കേസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പിണറായി വിജയന്റെ സുരക്ഷാ സംഘം മർദ്ദിച്ച കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ആലപ്പുഴ കോടതി പരിഗണിക്കുകയാണ്. ഈ ഹർജി പരിഗണിക്കും വരെ അറസ്റ്റ് തടയണം എന്നാണ് പ്രതികളുടെ ആവശ്യം. കോടതി കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നില്ല. അറസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശം നൽകാൻ സെഷൻസ് കോടതിക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യം തള്ളിയത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, ഇന്നലെ നടന്നത് ക്രൈമാണ്, ക്രിമിനൽ കുറ്റമാണ് എന്ന് കോടതി കൃത്യമായി കണ്ടെത്തിയിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ഹർജി കോടതിക്ക് മുന്നിൽ വരികയാണ്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? രഞ്ജിത്ത്, 5 സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ജാമ്യ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസാണ് കേസ് പരിഗണിക്കുന്നത്. ഇന്നലെ വാദികൾ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് വിശദമായ വാദം കേൾക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരുമിച്ച്, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട 5 പ്രതികളുടെയും ജാമ്യ ഹർജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് വിശദമായ വാദം കേൾക്കാമെന്നുള്ള തീരുമാനത്തിന്റെ പുറത്തേക്ക് മാറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുമായി ബന്ധപ്പെട്ട കേസിൽ വകുപ്പുകൾ അപ്ഗ്രേഡ് ചെയ്ത് നൽകിയിരുന്നു. അതായത് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഗൺമാൻമാർ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവർ ഈ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമതിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഗൺമാൻമാർ ഒളിവിലാണെന്നുള്ള വിവരമാണ് SIT നൽകുന്നത്. ഈ കേസിൽ എന്തായാലും കോടതി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി വിശദമായ വാദം കേൾക്കും. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.